ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചവ്വരി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് സാഗോ സീഡ്, അതായത് ചവ്വരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചവ്വരി സാഗോ സീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ചെറിയത് സൈസിലും കിട്ടും മേടിക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാല് ഒരു 1/2 ലിറ്റർ പാല്, അതായത് 4 കപ്പ് പാലിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും ഉണ്ട്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പഞ്ചസാര അതിന് പകരമായിട്ട് കൂടുതൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സും കിസ്മസ്, പിന്നെ ഏലക്ക പൊടിച്ചത്, കുറച്ച് നെയ്യ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാലൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. പാല് നമുക്ക് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഈ ചവ്വരി വേവിച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ പാലൊഴിക്കുന്നത്. അപ്പോൾ തണുത്ത പാലൊഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്കൊന്ന് പാലൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചവ്വരി നമുക്കൊന്ന് വറുത്തെടുക്കണം നെയ്യിൽ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചവ്വരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇതൊന്ന് വറുത്തെടുക്കാം. കളർ അങ്ങനെ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് സേമിയ വറുക്കത്തില്ല, അതുപോലെ തന്നെ. പക്ഷെ നിറം മാറേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. കാരണം ഇത് ചൂടായിട്ട് കിടക്കുകയല്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ശരിയാവില്ല. ഒരു 2 കപ്പ് ചെറിയ ചൂടുവെള്ളം, അല്ലെങ്കിൽ അത്യാവശ്യം ചൂടുള്ള വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ, ഇന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ചവ്വരി വെന്തെന്ന് മനസ്സിലാവുന്നത് ഇതിന്റെ ഈ വൈറ്റ് കളറെല്ലാം മാറിയിട്ട് നന്നായിട്ടൊരു ട്രാൻസ്പെറന്റ് കളറാവും. അതാണ് നമുക്കിത് വെന്തെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇത് പകുതിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ വെള്ളം ഒരുപാട് വറ്റിപ്പോയി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നോക്കിയിട്ട് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ചവ്വരി ഇങ്ങനെ സോക്ക് ചെയ്യാതെ നെയ്യിൽ വറുത്തിട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് എടുക്കും. അപ്പോൾ ഈ വറുക്കുന്ന ഒരു സ്റ്റേജ് ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചവ്വരി ഒന്ന് ഒരു 1/2 മണിക്കൂർ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഈ ചവ്വരി ഏകദേശം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാലിൽ കിടന്നിട്ട് വേണം ഇനി ബാക്കിയുള്ളതും കൂടെ വെന്ത് കിട്ടാനായിട്ട്. അപ്പം നമ്മൾ ഈ ചൂടായ ചവ്വരിയിലേക്ക് പാൽ ഒഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പാലൊന്ന് ചൂടാവാനായിട്ട് വെച്ചത്. തണുത്തത് ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം, ചെറിയ ചൂടുള്ള പാല്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ പാല് ഇതിനകത്ത് കിടന്ന് തിളച്ച് കുറച്ചൊന്ന് പറ്റണം. അപ്പോൾ ആ ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പഞ്ചസാര നമുക്ക് ഇപ്പം ഇടണ്ട, കാരണം ഇപ്പം ഇട്ട് കൊടുത്താൽ ആ ചവ്വരി വേവത്തില്ല. അപ്പോൾ ചവ്വരി നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാല് പാട കെട്ടാതെ ഇരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കിടന്നൊരു ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം. അപ്പോൾ ചെറുതായിട്ട് പാലൊന്ന് വറ്റും, അതായത് കുറച്ചൊന്ന് കുറയും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ചവ്വരിയുടെ ബാക്കിയുള്ള വേവും കൂടെ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പാട കെട്ടാതിരിക്കാനായിട്ട്. വേണ്ട പാല് നന്നായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ആ ചവ്വരിയും ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, ഇതുപോലെ ഒന്ന് ആയി കിട്ടണം. ഇനി നമുക്ക് ഈ സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം പഞ്ചസാര തന്നെ ഇട്ടാലും മതി. 2 ടേബിൾ സ്പൂൺ. ഇനി ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് മധുരം വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടേക്ക് ഞാനൊരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം. ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മധുരം കുറവുണ്ട്, അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം നമ്മുടെ പായസം റെഡിയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സും കിസ്മസും എല്ലാം നെയ്യിലൊന്നും തട്ടേണ്ട ആവശ്യം കൂടി ഉണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ഓഫ് ചെയ്യാം, കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്നും കൂടെ അത് കുറുകി വരും. ഞാനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് നട്ട്സും കിസ്മസും ഒക്കെ നെയ്യിലൊന്ന് വറുത്തിട്ട് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതുപോലെ പഞ്ചസാരയുടെ അളവിൽ കുറച്ച് നട്ട്സും കിസ്മസും വറുത്തെടുത്ത് നട്ട്സ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കിസ്മസും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കിസ്മസ് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചൗരി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് ഇരിക്ക് തണുക്കുന്തോറും കുറച്ചുകൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ഗ്യാസിൽ നിന്ന് എടുക്കാനായിട്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നട്ട്സും കിസ്മസും ഒക്കെ വറുത്തിടുന്നതിൽ നിങ്ങൾക്ക് കിസ്മസ് ഇഷ്ടമല്ലെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.